എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി, പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾക്ക് നൽകിയ വിശ്രമത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ പകൽക്കാലം അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപകളും അടിയങ്ങളോട് കൂടെ വസിക്കണമേ. അടിയങ്ങളുടെ ജീവിതത്തിൽ, അടിയങ്ങളുടെ യാത്രകളിൽ, അടിയങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവേ, ഇന്നത്തെ പകൽ ഞങ്ങളുടെ ജീവിതത്തിനെല്ലാം സന്തോഷകരമായിരിക്കാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് സന്തോഷകരവും ആനന്ദകരവുമായിരിക്കാൻ ഇടയാക്കണമേ. അങ്ങയുടെ സ്നേഹത്തെയും അങ്ങയുടെ കരുതലിനെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന നന്മകളുടെ, അനുഗ്രഹങ്ങളുടെ വിലയെയും ഒക്കെ തിരിച്ചറിയുവാൻ ഈ ഒരു പകൽക്കാലത്തെ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സന്നിധിയിലേക്ക്, കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇനിയും കൂടിച്ചേരുവാനുള്ളവരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ ഈ പകൽക്കാലം സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന, വിവിധ ശുശ്രൂഷകൾ നയിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പാട്ടുകൾ പാടുന്നവരെ, വേദപുസ്തകം വായിക്കുന്നവരെയും, പ്രാർത്ഥിക്കുന്നവരെയും, വചനം കർത്താവെ സംസാരിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, തങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി ചെയ്യുവാൻ അവരെ ഒരുക്കണമേ, അവരെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് നീന സൈബാൾ ആൻഡ് ഫാമിലിയാണ്. ഇപ്പോൾ നീന പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് പ്രതിഭ ആന്റി സങ്കീർത്തനം വായിക്കും. 32 കേൾക്കാം. യെസ്. എനിക്കായി കരുതുന്നവൻ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഴിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഴിക്കവൻ, എനിക്കായി കരുതുന്നവൻ. അച്ഛാ, ഒരു മിനിറ്റ്, എന്റെ അത് ഒരു മിനിറ്റ്. ഓക്കെ. എനിക്കായി കരുതുന്നവൻ, ഭാരം വഴിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെ ഉണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെ ഉണ്ട്. കൈവിടാത്തവൻ കൂടെ
കേൾക്കുന്നുണ്ട്, സൗണ്ട് ദൈവം അനുവദിച്ചാലും പരിഹാരമെനി കൈവിടാത്തടും എന്നും ചോദിക്കില്ല ഞാൻ എന്തേ. ഇപ്പൊ സൗണ്ടേ ഇല്ല. പിന്നെ മ്യൂട്ടായിട്ടുണ്ട്. കരുതുന്നവൻ ഭാരങ്ങൾ വഴിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഴിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ എന്നേശുവിൻ കൂടെ ഉണ്ട്. എന്നെ കൈവിടാത്തവൻ എന്നേശുവിൻ കൂടെ ഉണ്ട്. പരീക്ഷ ദൈവമാണു വിധിച്ചാലും പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ ദൈവമാണു വിധിച്ചാലും പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തെന്നും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തെന്നും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിയിൽ തീയിൽ വാളും അവിടെ ഞാൻ ഏകനല്ല. എരിയിൽ തീയിലാലും അവിടെ ഞാൻ ഏകനില്ല. വീണത തീതല്ല എന്നേശുവിൻ കയറുകളില. വീഴുന്ന തീതല്ല എന്റെ യേശുവിൻ കരങ്ങളില. പരീക്ഷ ദൈവം അനുവദിച്ചാലും പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ ദൈവം അനുവദിച്ചാലും പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തെന്നും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തെന്നും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമായ ശോധമായും ആഴങ്ങൾ കടന്നിടുമ്പോ ഘോരമായ ശോധമകൾ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്ന യേശുവത്രേ ആനവൻ കരങ്ങളില. നടക്കുന്ന യേശുവത്രേ ആനവൻ കരങ്ങളില. പരീക്ഷ ദൈവം അനുവദിച്ചാലും പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ ദൈവം അനുവദിച്ചാലും പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തെന്നും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തെന്നും ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. നെക്സ്റ്റ് പാട്ട് ദുഃഖത്തിന്റെ പാനപാത്രം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും
അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടുന്നു. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടം നഷ്ടം ഓർക്കുന്നില്ല. ലോകത്തിന് ഓർക്കുന്നില്ല, കഷ്ടം നഷ്ടം ഓർക്കുന്നില്ല. ഇപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാനേ ഉള്ളൂ. എപ്പോൾ എൻ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. താങ്ക് യു നീന. ഇപ്പോൾ പ്രതിഭ ആൻറ്റി സങ്കീർത്തനം വായിക്കും. എൻ്റെ മ്യൂട്ടാണ്. പ്രതിഭ ആൻറ്റി മ്യൂട്ടാണ്. കേക്കാ വച്ച? ഇപ്പൊ കേൾക്കാം. യെസ്. സങ്കീർത്തനം 32, Psalm 32. Blessed is he whose transgression is forgiven, whose sin is covered. Blessed is the man to whom the Lord does not impute iniquity, and in whose spirit there is no deceit. When I kept silent, my bones grew old through my groaning all the day long. For day and night your hand was heavy upon me. My vitality was turned into the drought of summer. I acknowledged my sin to you, and my iniquity I have not hidden. I said, I will confess my transgression to the Lord, and you forgave the iniquity of my sin. For this cause, everyone who is godly shall pray to you in a time when you may be found. Surely in a flood of great waters, they shall not come near him. You are my hiding place. You shall preserve me from trouble. You shall surround me with songs of deliverance. I will instruct you and teach you in the way you should go. I will guide you with my eye. Do not be like the horse or like the mule, which have no understanding,
which must be harnessed with bit and bridle, else they will not come near you. Many sorrows shall be to the wicked, but he who trusts in the Lord, mercy shall surround him. Be glad in the Lord and rejoice, you righteous, and shout for joy, all you upright in heart. Thanks be to God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴെന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നദ്ധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പകൽക്കാലം കൂടി ദാനമായി നൽകിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം ദൈവം നമുക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ വിടുവിച്ചു. ഈ ഒരു പുതിയ പകൽക്കാലം, പുതിയൊരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ആ വലിയ നന്മയ്ക്കായിട്ട്, ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും, എല്ലാ സാഹചര്യങ്ങളിലും, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മോട് കൂടെ ഇരിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്കായി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചുറ്റുപാടുകൾക്കായി, ഭവനങ്ങൾക്കായി, നമ്മുടെ കുടുംബങ്ങളിലൂടെ, പ്രിയപ്പെട്ടവരിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സന്തോഷത്തിന്റെ അനുഭവങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദൈവകൃപയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയമായിട്ട് ഏറ്റുപറയാം. പ്രത്യേകിച്ച് നാം ഒരു നോമ്പ് കാലയളവിലൂടെ കടന്നു പോവുകയാണല്ലോ. നോമ്പിന്റെ നാളുകളിൽ ഉപവാസവും ജീവിത ക്രമീകരണവും അതോടൊപ്പം തന്നെ ഗൗരവമായി നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി ജീവിപ്പാനും കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും, സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിപ്പാനും പരസ്പരം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള വലിയ ഭാഗ്യമാണ് സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം, അതിൻ്റെ ചുറ്റുപാടുകൾ എല്ലാം ദൈവം നമുക്ക് നൽകി. അതൊക്കെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക്, സഭയിലുള്ള ദൈവജനങ്ങൾ തമ്മിലുള്ള ആത്മീയമായ ഐക്യതയ്ക്ക്, പരസ്പര ബന്ധത്തെ ശക്തീകരിക്കുന്നതിനൊക്കെ മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകൾ കൂടുതൽ വിശ്വാസത്തോടുകൂടെ ജീവിപ്പാൻ സഭയുടെ ശുശ്രൂഷകളോട് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും, കൂട്ടങ്ങളെയും, കൂട്ടായ്മകളെയും, സഭയുടെ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്ത്രീജന സഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലൈറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന പാരിഷ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രയർ ഗ്രൂപ്പുകളെയും ഓർക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഏകദേശം 90ഓളം കുടുംബങ്ങൾ നമുക്ക് പലയിടങ്ങളിലായിട്ടുണ്ടല്ലോ. ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർത്ത്
ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ആക്കിയിരിക്കുന്ന ഇടങ്ങൾ പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ ശാരീരികമായ ആത്മീയമായ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകന്റെ രോഗാവസ്ഥയിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലിസി ആന്റിക്ക് വേണ്ടിയിട്ടും ഷമേലൂട്ടി അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. രണ്ടുപേർക്കും ആവശ്യമായ ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന ആവശ്യമായ ബലവും കൃപയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും സുശീല ആന്റിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഇരുവർക്കും ആവശ്യമായ ആരോഗ്യവും ബലവും നന്മകളും ഒക്കെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിളിനും ചാച്ചമ്മ ആന്റിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിക്ക് വേണ്ടിയിട്ടും കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ അങ്കിളിനെയും പുഷ്പ ആന്റിയും ഓർക്കാം. പ്രത്യേകിച്ച് ഡോക്ടർ അങ്കിളിനെ ഓർക്കാം. ആവശ്യമായ ദൈവകൃപ ഈ നാളുകളിലൊക്കെ ദൈവം പ്രിയമകനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആലീസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറമ്മ പുരിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജേക്കബ് ആന്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രായമായവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ശാരീരികമായ ബലഹീനതകളും ഭാരങ്ങളുമുള്ള പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രതിഭ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷീജയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്ത കൽക്കട്ട ഇടവകയില് പൊന്നച്ചായൻ ഹാർട്ടിന്റെ പ്രയാസത്താല് ഹോസ്പിറ്റലിലാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുന്നില്ല. പൾസ് റേറ്റ് കുറയുന്നത് കൊണ്ട് പ്രിയപ്പെട്ട പൊന്നച്ചായന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്കൊരു നിമിഷം ഓർക്കാം. ദൈവം അവർക്കൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൗഖ്യവും ആശ്വാസവും ബലവും ഒക്കെ നൽകി അവരെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ അധ്വാനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ഹൈദരാബാദിലും ഭാരതത്തിലെ പല മറ്റ് നഗരങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ പഠനത്തിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നേരായ വഴിയിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നന്നായി വളർന്നു വരുവാൻ സഹായിക്കണമേ. എവിടെയായിരുന്നാലും നന്മ തെരഞ്ഞെടുത്ത് ജീവിപ്പാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കും. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ പഠനത്തിനനുസരിച്ചുള്ള ഉപജീവന മാർഗങ്ങളെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം
തക്കതായ ജീവിത പങ്കാളികളെ അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന അഭിലാഷിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ഭവനത്തിൽ നടക്കുമ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മീയ ആവശ്യങ്ങളില്, ഭൗതിക ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പല മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. അവരുടെ ജോലി സ്ഥലങ്ങൾ, ജോലി ഇടങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ, ദൈവം വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ജോലി സംബന്ധമായി, ബിസിനസ് സംബന്ധമായി ഒക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ അവരെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം അവരെ ഓർക്കാം. കർത്താവ് അവർക്കൊക്കെ വേണ്ട നന്മകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തലമുറകളൊക്കെ നൽകുന്നത് ദൈവമാണ്. ക്ഷമയോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ, ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിലായിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിശേഷം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ അടുത്ത നാളുകളിലൊക്കെ ദൈവം നമുക്ക് സഭയ്ക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ജീവയുടെ ജിക്കുവിന്റെയും മകനു വേണ്ടി, ലിയാനു വേണ്ടി പ്രാർത്ഥിക്കാം. റോണിയുടെയും റിൻസിയുടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആശിഷിന്റെയും മേരിയുടെയും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിവ്യയുടെയും ആശിഷിന്റെയും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം അവർക്കൊക്കെ ആരോഗ്യവും ബലവും ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ. അവരെ ശുശ്രൂഷിപ്പാൻ, പരിപാലിപ്പാൻ ഒക്കെ ഉള്ള വലിയ കൃപ മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഒക്കെ ദൈവം അവരോട് കൂടെയിരുന്നു. അവർക്കായി ദൈവം ഒരുക്കുന്ന നന്മകളൊക്കെ സന്തോഷത്തോടു കൂടെ പ്രാപിക്കുവാൻ ഭാവി ദൈവം അവരെ ഒരുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ, മറ്റാരുമായും പങ്കുവയ്ക്കുവാൻ നാം ഇഷ്ടപ്പെടാത്ത നമ്മുടേതായിട്ടുള്ള സ്വകാര്യ ആവശ്യങ്ങളെല്ലാം നമുക്കൊരു നിമിഷം ദൈവ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ നടത്തിപ്പ് ആ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർ, വാഹനങ്ങളില്ലാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ സഭയിൽ. ദൈവം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചുള്ള നന്മകൾ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഈ നോമ്പ് നാളുകളിലൊക്കെ നമ്മൾ കൂടുതൽ വിശ്വാസത്തോടുകൂടെ മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്യുവാനും അനുഗ്രഹങ്ങളൊക്കെ ചെയ്യുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പകുത്തു കൊടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭ കരുതലുള്ള സഭയായി, കരുണയുള്ള സഭയായി, ചുറ്റുപാടുകളോട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് CSI സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ കോർട്ട് കേസും വഴക്കും
ഗ്രൂപ്പ് രാഷ്ട്രീയവും തമ്മിലുള്ള പിണക്കവും വിഭാഗീയതയും ഒക്കെ സഭയുടെ പൊതുവായ സാക്ഷ്യത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മളോട്, നമ്മുടെ സഭയോട് കരുണ തോന്നണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാക്ഷികളായി സഭയായി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ ബിഷപ്പന്മാർക്ക് വേണ്ടി, പട്ടത്ത സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, സന്നദ്ധ സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി, വിശേഷാൽ മിഷണറിമാർക്ക് വേണ്ടി, മിഷൻ വയൽ പ്രദേശങ്ങൾക്ക് വേണ്ടി, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഒരുമിച്ചുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. സഭ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ, ജനങ്ങൾ സമൂഹത്തിന് മാതൃകയായി ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ നീതിയിലും ന്യായത്തിലും സമാധാനത്തിലും ഒക്കെ പുലർത്തുവാൻ, നയിക്കുവാൻ അവരെ ദൈവം ഒരുക്കണമേ. ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവരെ ദൈവം നിയന്ത്രിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലസ്തീന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഇസ്രായേൽ പലസ്തീനിൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ 400-ലധികം പേരാണ് ഒരു രാത്രി കൊണ്ട് മരിച്ചത്. അതിലധികം പേർക്ക് പരിക്ക് പറ്റും. അത്യന്തം വേദനാജനകമായ ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് യുദ്ധം? ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരിലെ കൊല്ലുവാനുള്ള വാസന, ഇല്ലായ്മ ചെയ്യുവാനുള്ള അക്രമവാസന, നശിപ്പിക്കാനുള്ള ത്വര, അതിനുവേണ്ടിയുള്ള മത്സരങ്ങൾ, നമ്മളിലൊക്കെ അത്തരത്തിലുള്ള അക്രമവാസന അടങ്ങിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അക്രമ ചിന്തകളിൽ നിന്നൊക്കെ മനുഷ്യൻ വർഗം തിരിയുവാൻ, സമാധാനത്തിലും ശാന്തിയിലും ഒക്കെ പുലരുവാൻ ദൈവം നമ്മുടെ ദേശത്തോട്, ലോകത്തോട് മനസ്സലിവ് തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊല്ലപ്പെടുന്നവരിൽ അധികവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്, നിസ്സഹായരായവർ, ദുർബലരായവർ. പ്രത്യേകമായിട്ട് നമുക്ക് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഫലമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ ഒക്കെ ഏൽപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചാച്ചമ്മ ആന്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാം. ദൈവമേ, സ്തോത്രം കർത്താവേ. ഈ ഒരു സമയം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ നോയമ്പ് കാലത്ത്, ഈ പ്രഭാത സമയത്ത് കർത്താവെ, ഞങ്ങളെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കും സമയത്തിനുമായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടിയങ്ങളോട് കൂടെ ആയിരിക്കണമേ കർത്താവെ. നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനുമായി തന്നിരിക്കുന്ന ഈ സമയത്തിനായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പള്ളിയിലുള്ളവര് കർത്താവെ, കുഞ്ഞുങ്ങള്, പ്രായമായവര് എല്ലാവരെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. എല്ലാവരെയും അങ്ങ് താങ്ങി നടത്തണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഈ സമയത്തിനായി കർത്താവെ
നോക്കിയിരിപ്പാനായിട്ട് ഒരവസരം തന്നല്ലോ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയത്തിനായി സ്തോത്രം. കൂടെ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ നാമം വിളിച്ചപേക്ഷിപ്പാനും നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനുമായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ കൂട്ടായ്മയ്ക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞു പൈതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ചൂടിന്റെ കാഠിന്യത്തില് കർത്താവെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുത്തെ ചെറിയ കീഴം മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങളുടെ നല്ല ദൈവമാവുന്നുവല്ലോ കർത്താവെ. അവിടുന്ന് എല്ലാവരെയും പൊതിഞ്ഞ് ചേർത്ത് പിടിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. രോഗികളായി കഴിയുന്ന എല്ലാ ആൾക്കാർക്കും കർത്താവെ അവിടുന്ന് ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് കർത്താവെ രോഗികളെ എല്ലാം പൊതിഞ്ഞ് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങേ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങ് തന്നിരിക്കുന്ന എല്ലാ സൗകര്യത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടിയങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പാപികളും ദ്രോഹികളുമാവുന്ന കർത്താവെ, എങ്കിലും നീ ഞങ്ങളുടെ നല്ല ദൈവമാവുന്നു, എല്ലാം ക്ഷമിക്കുന്നവനാവുന്ന കർത്താവെ. കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായി കഴിയുന്ന എല്ലാ ആൾക്കാർക്കും കർത്താവെ ആശ്വാസവും സൗഖ്യവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ ഡിവിഷനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്ത്രീജനസഖ്യം, യൂത്ത് മൂവ്മെന്റ്, സൺഡേ സ്കൂള്, അതുപോലെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാത്തിനെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന പ്രവർത്തികളൊക്കെയും കർത്താവെ അങ്ങേ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. അങ്ങേ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാം പ്രവർത്തിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങളുടെ നല്ല ദൈവമാവുന്നുവല്ലോ കർത്താവെ. അടിയങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ക്ഷീണാവസ്ഥയിൽ അവരെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പറ്റുന്ന സഹായങ്ങളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ എല്ലാവരെയും കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞു പൈതങ്ങള് പരീക്ഷ എഴുതുന്നവര് കർത്താവെ, അവരെയൊക്കെ കർത്താവ് താങ്ങണമെന്ന്, പഠിച്ച കാര്യങ്ങളൊക്കെയും കർത്താവെ പേപ്പറിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമേ, അവരുടെ കൈക്ക് താങ്ങും തണലുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യാത്ര ചെയ്യുന്ന എല്ലാവരെയും കർത്താവെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചൂടിന്റെ കാഠിന്യം കൂടാതെ പോയി വരുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. രോഗത്താൽ കഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ പ്രായമായവരെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെയൊക്കെ അങ്ങ് ചേർത്ത് പൊതിഞ്ഞ് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഒക്കെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ നോയമ്പ് കാലത്ത് കർത്താവെ നിങ്ങൾ കൂടുതലായി ആശ്രയിപ്പാനും ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റു പറയുവാനും തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഒരുക്കി സമയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ആൾക്കാരെയും കർത്താവെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ. ഈ ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് എല്ലാവരെയും താങ്ങിക്കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ബുദ്ധിമുട്ട് കൂടാതെ പള്ളി ചേർന്ന് വരുവാൻ അടിയങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ആലയത്തിൽ വന്ന് ചേർന്ന് എല്ലാവരോടും ചേർന്ന് എന്നെ സ്തുതിപ്പാൻ അവസരം തരണമേ കർത്താവെ. കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ എല്ലാവരെയും അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രായമായവര്, ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങള്, കുഞ്ഞു പൈതങ്ങള് എല്ലാവരെയും കർത്താവെ അവിടുത്തെ ചെറിയ കീഴം മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല കർത്താവെ. നീ ഞങ്ങളുടെ നല്ല ദൈവമാവുന്നല്ലോ കർത്താവെ. ഞങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന്, നിന്റെ വഴി കൂടി നടക്കുവാനും നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വഴിതെറ്റി പോകാതെ നിന്നിൽ ആശ്രയിച്ച് നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും
സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഞായറാഴ്ച നടക്കുന്ന ആരാധനയെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണം കർത്താവെ. ചൂടിന്റെ കാഠിന്യം ആരും അനുഭവിക്കാതെ വണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവര് പഠിച്ച കാര്യങ്ങളൊക്കെയും കർത്താവെ പേപ്പറിലാക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ ഫാമിലിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ഓരോ ഫാമിലിയും കരുതണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂടെ ഇരിക്കണമേ. രോഗികളായി കഴിയുന്നവരെ എല്ലാം കർത്താവെ സഹായിക്കണം. അവരുടെ രോഗങ്ങൾക്കൊക്കെയും കർത്താവെ ആശ്വാസവും സൗഖ്യവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ ഞങ്ങളുടെ നല്ല ദൈവമാവുന്നതല്ല കർത്താവെ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേ സ്തുതിച്ച് സ്തോത്രം ചെയ്തും ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ പ്രാർത്ഥനകളും യാചനകളും ആഗ്രഹിക്കുന്നവരെയൊക്കെയും കർത്താവെ അവിടുന്ന് ചേർത്ത് നിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെയും കർത്താവെ അവിടുന്ന് സമാധാനവും ആശ്വാസവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കർത്താവെ സഹായിക്കണമേ. അവർക്കൊക്കെയും ആശ്വാസവും സൗഖ്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് അവരോട് കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ ഇല്ലാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവെ, ആർക്കും ഒന്നും കഴിയില്ല കർത്താവെ. നീ ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഏറ്റുപറയുന്ന കർത്താവെ, കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികളായി കഴിയുന്നവർക്കൊക്കെ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പാവികളും ദ്രോഹികളുമായ അടിയങ്ങളോട് കർത്താവെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. നിന്നെ സ്തുതിപ്പാൻ കിട്ടുന്ന ഒരവസരവും കർത്താവെ പാഴാക്കാതിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഒരു ആത്മാവ് പോലും വഴിതെറ്റിപ്പോവാൻ ഇടയാക്കല്ലേ കർത്താവെ. എല്ലാവരോടും കൂടെ ഇരിക്കണമേ, താങ്ങും തണലുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, ചൂടിന്റെ കാഠിന്യം അനുഭവിക്കുന്നവർ, വെള്ളം കിട്ടാതെ വിഷമിക്കുന്നവർ കർത്താവ്, ഇവരെയൊക്കെയും അങ്ങ് നോക്കണമേ, താങ്ങണമേ, അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഭാവികളായ അടിയങ്ങളോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന എല്ലാവരെയും കർത്താവെ പേര് പേരായി അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഞായറാഴ്ച കൂടി വരുവാനും നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും കഴിയുന്ന ആൾക്കാരെയൊക്കെയും കർത്താവെ അങ്ങ് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ ഞങ്ങളുടെ ദൈവമാവുന്നതല്ല കർത്താവെ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അച്ഛനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൂടിന്റെ കാഠിന്യമൊക്കെയും കുറച്ചു കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളോട് കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ, എല്ലാവരെയും സഹായിക്കണമേ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണമേ കർത്താവെ. മാനവ മഹത്വ സ്തുതി സ്തോത്ര ആരാധനയും പുകഴ്ചയും എന്റെ ദൈവത്തിന് മാത്രം. എല്ലാ യേശുമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. Spirit of the living God, fall afresh on us. Spirit of the living God, fall afresh on us. Melt me, mold me, fill me, use me. Spirit of the living God, fall afresh on us.
Ghost, fall afresh on me. Spirit of the living God, fall afresh on me. Melt me, mold me, fill me, use me. Spirit of the living God, fall afresh on me. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് കരുതുന്നു. ദൈവം നമുക്ക് ആശ്വാസവും സൗഖ്യവും ഒക്കെ നൽകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കും. നമ്മള് നോമ്പിന്റെ നാളുകളിലാണല്ലോ. കഴിഞ്ഞ കുറെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ നമ്മൾ പഠിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ ആസ്പദമാക്കി ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 പാരബിൾസിനെ കുറിച്ചുള്ള പഠനമാണ്. രക്ഷയെക്കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച്, നമ്മൾ കാണാതെ പോകുന്ന സാഹചര്യങ്ങളിൽ നാം കണ്ടെത്തപ്പെടുന്നതിനെ കുറിച്ച്, മടങ്ങിവരവിനെ കുറിച്ച്, മടങ്ങിവരവുകൾ സന്തോഷമാക്കുന്ന, ആഘോഷമാക്കുന്ന ദൈവത്തെക്കുറിച്ച്, രക്ഷയുടെ സന്തോഷകരമായ പര്യവസാനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ നോമ്പ് പ്രാർത്ഥന ആരംഭിച്ചത്. കഴിഞ്ഞ 2 ബുധനാഴ്ചകളിൽ നോമ്പിന്റെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. നിങ്ങളിൽ മിക്ക പേരും ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ആ നോമ്പ് പ്രാർത്ഥനയിൽ നമ്മൾ പഠിക്കുന്നത് കർത്താവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ചാണ്. ദ ടെംപ്ടേഷൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ആരംഭ സമയങ്ങളിൽ യേശു കർത്താവിന് യേശു കർത്താവിന് നേരിടേണ്ടി വന്നതായ വെല്ലുവിളികളെ കുറിച്ച്, ഒരുപക്ഷെ യേശു കർത്താവിന്റെ തുടർന്നുള്ള ജീവിതത്തിൽ താൻ നേരിടേണ്ടി ഇരിക്കുന്നതായ പ്രതിസന്ധികളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന, അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന പ്രതിസന്ധികളെ കുറിച്ച്, പ്രലോഭനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇടയ്ക്ക് പറയട്ടെ, കാലാവസ്ഥയൊക്കെ മാറുന്നത് കൊണ്ട് പൊടിയുടേതായിട്ടുള്ള അലർജി എനിക്കുള്ളത് കൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങളെ ഒക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ ഞാൻ തുമ്മിയെന്നിരിക്കും. രാവിലെ മുതൽ എൻ്റെ തുമ്മൽ ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വീട്ടിലെ ചില ക്ലീനിങ് പരിപാടികൾ. ഞാൻ സാധാരണഗതിയിൽ അങ്ങനെയുള്ള കലാപരിപാടികളിൽ കൂടാറില്ല. കൂടാത്തതിൻ്റെ ഒരു കാരണം ഡസ്റ്റ് അലർജി ഭയങ്കര. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ തുമ്മിയെന്നിരിക്കും, നിങ്ങൾ പേടിക്കണ്ട. അതൊരു പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. കഥാപ്രസംഗമൊക്കെ നടത്തുമ്പോൾ ഈ എന്താ പറയുന്നത്, ഈ
ചില്ല നടിക്കുന്നത് പോലെ അത് കൂട്ടിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ദിവസങ്ങളിലായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രലോഭനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ആദ്യത്തെ ടെംപ്റ്റേഷൻസ്, കർത്താവ് നേരിട്ട ആദ്യത്തെ പ്രലോഭനത്തെ കുറിച്ച് നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചു. ആദ്യം യേശു കർത്താവ് നേരിട്ടത് ഉപവസിച്ച് ഭക്ഷണം കഴിക്കാതെ 40 ദിവസം മരുഭൂമിയിൽ കഴിഞ്ഞ യേശുവിന്റെ അടുക്കലേക്ക് പിശാച്, പ്രതിയോഗി സൈറ്റൻ വന്ന് യേശുവിനോട് പറയുന്നു, അവന് വിശന്നു. ആ വിശന്ന സാഹചര്യത്തിൽ ഈ പിശാച് പറയുന്നത്, ഈ കല്ലുകളെയൊക്കെ, നിന്റെ ചുറ്റുപാടുമുള്ള ഈ കല്ലുകളെയൊക്കെ നീ അപ്പമാക്കി തീർത്തിട്ട് നിന്റെ വിശപ്പടക്ക്. നമ്മൾ ഇന്നലെ രാത്രി, കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അതിന്റെ അവസാനത്തെ ഭാഗമാണ്. അധ്വാനിക്കാത്ത ആഹാരം, അതൊരു വലിയ ടെംപ്റ്റേഷനാണ്. നമ്മുടെ അധ്വാനത്തിന്റെ അനന്തരഫലമാണ് നമ്മുടെ അപ്പം. അല്ലെ, അധ്വാനിച്ച് ജീവിക്കണം, അധ്വാനിക്കാതെ ഉള്ള ജീവിതം, എളുപ്പത്തിൽ സമ്പത്തുണ്ടാക്കുക, എളുപ്പത്തിലെല്ലാം നേടുക, പെട്ടെന്ന് എങ്ങനെ പണക്കാരനാകാം, മിക്കപ്പോഴും ഒന്നും ചെയ്യാതെ, ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ, അധ്വാനം ഒന്നും കൂടാതെ എങ്ങനെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകം. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്തും പറയുന്നത് അതാണ്. There is an easy way to fulfill your purpose. ഈ കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുള്ള, സാധാരണക്കാർ ഒരുപാട് പേരുള്ള, വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ജീവിക്കുന്നവർ, എല്ലുമുറിയെ പണിയെടുത്തിട്ടും ഭക്ഷണത്തിന് വക കണ്ടെത്താൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ, ഒരു ലോകത്തിൽ ഒരുപാട് മനുഷ്യരുള്ളവരുടെ മധ്യത്തിലേക്ക് കല്ലുകളെ അപ്പമാക്കി തീർക്കാൻ കഴിവുള്ള ഒരാളെ അവതരിപ്പിച്ചാൽ, നിനക്ക് കല്ലുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ കഴിയും എന്ന് നിനക്ക് പ്രൂവ് ചെയ്താൽ നിന്റെ ജോലി വളരെ എളുപ്പമായി. അല്ലാതെ ദൈവം പറയുന്നത് പോലെ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച്, ഈ സഞ്ചരിച്ച്, ക്രൂശിൽ മരിച്ച്, അടി കൊണ്ട് അവഗണിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, ടോർച്ചർ ചെയ്യപ്പെട്ടൊന്നും നീ ഇത് നേടണ്ട. There is an easy way. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ അതാണ് എല്ലാം. വി വാണ്ട് എവറിത്തിങ് ഇൻസ്റ്റന്റേനിയസ്ലി. We want ways which is very easy and convenient and comfortable for us to travel. നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ വളരെ വേഗം കൊണ്ടുചെന്നെത്തിക്കുന്ന ശ്രമരഹിതമായ, അധ്വാനരഹിതമായ വഴികൾ. ഈ വഴി ചിന്തിക്കുന്നിടത്താണ് കറപ്ഷൻ ഉണ്ടാകുന്നത്. ഈ വഴി ചിന്തിക്കുന്നിടത്താണ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നത്, ചൂഷണം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള വഴി ചിന്തിക്കുന്നിടത്താണ് മനുഷ്യൻ അക്രമങ്ങൾക്ക് തയ്യാറാകുന്നത്, കവർച്ച ഉണ്ടാകുന്നത്. അങ്ങനെ അനവധിയായ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരുപാട് അസത്യപ്രവർത്തനങ്ങൾ, അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം we want shortcuts. നമുക്ക് എളുപ്പ വഴികൾ വേണം. ഈ നോമ്പ് നാളുകളില് എളുപ്പ വഴികളെ കുറിച്ച് ചിന്തിക്കുന്നതല്ല. ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഓരോ വഴികളുണ്ട്. ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആ വഴികളിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്, അതിനെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനം അതാണ്. The temptation of shortcuts. ഷോർട്ട്കട്ടുകൾ, എളുപ്പ വഴികൾ, ആയാസരഹിതമായ വഴികൾ. കുടുംബജീവിതം സന്തോഷകരമാകണമെങ്കിൽ അതിനകത്ത് ചില വഴികളുണ്ട്.
അതിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ, വഴികളിൽ നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. We have to face challenges. There is no shortcuts. നമ്മൾ നേരിടേണ്ടത്, നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്, ഫേസ് ചെയ്യേണ്ടത്, നമ്മൾ ട്രാൻസെൻഡ് ചെയ്യേണ്ടത്, ഓവർകം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, എന്റെ വഴി അപ്പത്തിന്റെ വഴിയല്ല. ഒന്നാമത്തെ പരീക്ഷണത്തിന്റെ പ്രതിവിധിയായി പറയുന്നത്, മൈ വേ ഈസ് നോട്ട് ദ വേ ഓഫ് ദ ബ്രെഡ്, മൈ വേ ഈസ് ദ വേ ഓഫ് ദ വേർഡ്. വഴി വചനത്തിന്റെ വഴിയാണ്, ദൈവത്തിന്റെ വചനം, അതാണ് പ്രധാനം. ദൈവം നയിക്കുന്ന വഴിയിലൂടെ, ദൈവം നടത്തുന്ന വഴികളിലൂടെ വചനപ്രകാരം ജീവിക്കുക. ഡോണ്ട് കോംപ്രമൈസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പത്തിനു വേണ്ടി ദൈവത്തിന്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്യരുത്. ചില നന്മയ്ക്ക് വേണ്ടി, ചില അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ വേദപുസ്തകം കൊണ്ട് താഴോട്ട് മുഴുവൻ വായിച്ചു നോക്കൂ. ജീവിതത്തിൽ വീഴ്ച വറ്റിപ്പോയവരുടെ ജീവിതത്തിൽ തകർന്നു പോയവർ, പാപത്തിൽ വീണവരൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് താൽക്കാലികമായ സന്തോഷത്തിനു വേണ്ടി, നേട്ടത്തിനു വേണ്ടി they compromised the word of God. ദൈവത്തിന്റെ വചനവുമായി വചനത്തെ അവർ കോംപ്രമൈസ് ചെയ്തു. യേശു പറയുന്നു, I am here in this world to obey and fulfill the word of God. സഭ ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കേണ്ടതാണ്. അധികാരത്തിനു വേണ്ടി ഷോർട്ട് കട്ട് എടുക്കാൻ പാടില്ല. നിലനിൽപ്പിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആ സഭകളൊക്കെ തകരും. ആ കുടുംബങ്ങളിലൊക്കെ പ്രതിസന്ധികളും തകർച്ചകളും ഉണ്ടാകും. We have to come back to the fundamentality of the word of God. ഒന്നാമത്തെ പരീക്ഷണം എല്ലായിടത്തും, ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും അപ്പത്തിന്റെ പ്രലോഭനമാണ്. ഇതൊരു മനുഷ്യന്റെ മൗലികമായ പ്രലോഭനം, അടിസ്ഥാനപരമായ essential temptation to eat bread without work. ജോലി ചെയ്യാതെ അന്നം കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയാ, പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാവുന്ന പണി എടുപ്പിക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലും സെയിം ആണ്. ചിലപ്പോഴൊക്കെ നമ്മളെ നിർബന്ധിക്കും. എന്നാലും നമ്മളൊക്കെ പേരൻസ് എന്ന് വെച്ചാൽ പണിക്കാരാണെന്നാണ് അവരുടെയൊക്കെ ചിന്ത. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് അവരെ പരിപോഷിപ്പിക്കുക. നമ്മളെല്ലാവരും, കുടുംബം, സഭ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇടമാണ്. അല്ലാതെ പണിയെടുക്കാൻ കുറെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് സന്തോഷത്തോടു കൂടി ആഹരിക്കാൻ പറ്റൂ. ചില വീടുകളിലൊക്കെ ഇല്ലേ, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന വീടുകളിലുണ്ടാവും. ശരിയാണ്, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വന്ന വീടുകളിൽ ഒരുമിച്ചൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ദെൻ യു ഷുഡ് ഡിവൈഡ് ദ വർക്ക്. നീ ഒരാൾ മാത്രം ജോലി ചെയ്യുന്നിടത്താണെങ്കിലും പോലും there should be division of labor responsibility. Everyone should work. അധ്വാനിച്ച് ജീവിക്കണം, കഷ്ടപ്പെടണം. അതിൽ അങ്ങനെ ആഹരിക്കുമ്പോഴാണ് സന്തോഷം. വളഞ്ഞ വഴികൾ പാടില്ല. ഒന്നാമത്തെ പ്രലോഭനം വളരെ പ്രൈവറ്റ് ആണ്, അല്ലെ? സ്വകാര്യമായ ഒരു പ്രലോഭനമാണ്. എന്ന് വെച്ചാല് ആരും അറിയാതെ മരുഭൂമിയില് യേശു കർത്താവായിരുന്നപ്പോൾ പിശാച് വന്ന് പറയുന്നു, കല്ല് അപ്പമാക്കി തീർക്കാം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും നമ്മൾ സമാന്തരമായിട്ട് പഠിക്കുമ്പോൾ, ലൂക്കോസ് 4, മത്തായി 4,
ഈ രണ്ട് സുവിശേഷങ്ങളിലും ഈ പരീക്ഷണങ്ങളെ കുറിച്ച്, പ്രലോഭനങ്ങളെ കുറിച്ച് പറയുന്ന അതിന്റെ സീക്വൻസിന് വ്യത്യാസമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടാമത് കാണുന്ന പ്രലോഭനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് ദൈവത്തിന്റെ പുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന്. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ പ്രലോഭനമാണ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി അത്ഭുതം പ്രവർത്തിക്കാനുള്ള പ്രലോഭനം. എന്നാലും മത്തായിയുടെ സുവിശേഷത്തിൽ അത് രണ്ടാമത്തെ പ്രലോഭനമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം ഒരു പേഴ്സണൽ ടെംപ്റ്റേഷനാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലും അങ്ങനെ തന്നെയാണ്. പേഴ്സണൽ ടെംപ്റ്റേഷൻ ആണ്. വേർ ജീസസ് വാസ് ടെംപ്റ്റഡ് ടു പെർഫോം മിറക്കിൾസ് ഫോർ ഹിസ് ബെനിഫിറ്റ്. തന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള, തന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, തന്റെ കാര്യത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു പ്രലോഭനം. നമുക്ക് വേണ്ടി ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ വളരെ വലുതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അത് മത്തായിയും ലൂക്കോസും ഒരുപോലെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നു. രണ്ടാമത്തെ പ്രലോഭനം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ദാറ്റ് ഈസ് എ പബ്ലിക് ടെംപ്റ്റേഷൻ. വി ടെംപ്റ്റഡ് പബ്ലിക്ലി. നമുക്ക് ചില പരസ്യ പ്രലോഭനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പല പ്രലോഭനങ്ങളും വളരെ പരസ്യമാണ്. പ്രലോഭനങ്ങൾ പരസ്യപ്പെടുത്തുന്നുണ്ട്. പരസ്യങ്ങളുടെ പ്രലോഭനങ്ങൾ അതിനേക്കാൾ വളരെ അല്ലേ? ദ ടെംപ്റ്റേഷൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. നമ്മളെയൊക്കെ ടെംപ്റ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ്സാ. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, അതൊരു വശം. പൊതുവായ ചില പരസ്യ ഇടങ്ങളിൽ, പൊതുവായ ഇടങ്ങളിൽ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പിശാച് ഒരു പൊതുവായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പബ്ലിക് പ്ലേസ്, ദേവാലയത്തിന്റെ അഗ്രം അല്ലെ, എല്ലാവരും കാണുന്ന ഇടം, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഇടം. നോക്കണം, എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്ന ഇടം ഒരു പ്രലോഭനത്തിന്റെ ഇടമാണ്. മറന്നുപോലെ. ഉദാഹരണം, ഞങ്ങൾ അച്ഛന്മാര്, ഞങ്ങളൊക്കെ ശ്രദ്ധ, എല്ലാവരും നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളതാണ് പറയാനല്ല ഞാൻ പറഞ്ഞത്. അതൊരു പബ്ലിക് പ്ലേസ് ആണ്. where people pay attention. കുറഞ്ഞ വർഷം നിങ്ങൾ പള്ളി വരുമ്പോഴെങ്കിലും അച്ഛനെ ശ്രദ്ധിക്കും അല്ലെ? അച്ഛന്റെ ഫിസിക്കാലിറ്റി, അച്ഛന്റെ അച്ഛന്റെ പ്രസംഗിക്കാനുള്ള കഴിവ്, ആരാധന എടുക്കാനുള്ള കഴിവ്, റിലേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെ ഒരുപാട് അമിതമായി സ്വയം ശ്രദ്ധിക്കുന്നവരുടെ ഒരു കാലമാണ്, ഒരു ലോകത്തിലാണ്. അതല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന ഒരു ശരിയായ ബോധത്തിലോ മിഥ്യാബോധത്തിലോ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ Satan has led Jesus to a public place at the top of the pinnacle of the temple. അവിടെ കൊണ്ടുവന്നിട്ട് യേശുവിനോട് പറയുന്നു, നീ താഴേക്ക് ചാട്, നിന്നെ ദൂതന്മാര് കാക്കും, ദൂതന്മാരെ നിന്നെ ശുശ്രൂഷിക്കും. മാർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചാണല്ലോ, യേശു കർത്താവ് ക്രൂര മൃഗങ്ങളോട് കൂടെ ആയിരുന്നു ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഡോണ്ട് വറി, നീ ദൈവത്തിന്റെ പുത്രനല്ലേ, ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് എന്ത് ചെയ്യണം? താഴോട്ട് ചാടും. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പബ്ലിക് ഈവെന്റാണ്. നമ്മളെപ്പോഴും ഇതിനെ വ്യക്തിപരമാണെന്ന് പറയുമ്പോൾ പോലും there is a public manifestation of our faith. We are Christian in public. നമ്മൾ പൊതു ലോകത്ത്, പൊതു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. പക്ഷെ കയ്യിരിപ്പ് ശരിയല്ലെന്നേ ഉള്ളൂ അല്ലേ? നമ്മൾ പറയുന്നത്, നീ ഒരു ക്രിസ്ത്യാനി അല്ലേടാ, നീ പള്ളി പോകുന്നവനല്ലേടാ, നീ പ്രാർത്ഥിക്കുന്നവനല്ലേടാ, നിനക്കിത് ചെയ്യാൻ കൊള്ളാവും അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല,
ചില രീതിയിൽ ചിന്തിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെ? എക്സ്പെക്ടേഷൻ ഓഫ് ദ പബ്ലിക്. വിശ്വാസം ഒരു സ്വകാര്യ അനുഭവമാണ്. ഇറ്റ് ക്യാൻ ബി ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് പ്രൈവറ്റ് ഫെയ്ത്ത്. But there is a public aspect of our faith. Public aspect of our faith. അത് മറന്നുപോയത്. അതുകൊണ്ട് യേശുവിനെ ഈ ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുചെന്നിട്ട് യേശുവിനോട് ചാടാൻ പറയാം, അല്ലെ? ചോദ്യം എന്താണ്? നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ, ആദ്യത്തെ പ്രലോഭനവും അങ്ങനെ തന്നെയാണ്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ആദ്യത്തെ പ്രലോഭനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ചേഞ്ച് ദിസ് സ്റ്റോൺസ് ഇൻ ടു ബ്രെഡ്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ജംപ് ഡൗൺ ഫ്രം ദി പിനക്കിൾ ഓഫ് ദ ടെമ്പിൾ. ചാട്. അപ്പൊ നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങൾ, the temptation that we face in our lives, in any moment, in any context, is an attack on our identity. നമ്മളുടെ ആളത്വത്തിനെതിരെ, നമ്മുടെ വ്യക്തിത്വത്തിനെതിരെയുള്ള ഒരു വലിയ ആക്രമണമാണ് പ്രലോഭനം. Satan is interested in our identity. He wants to dismantle, destabilize our identity. നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ആളത്വത്തെ അറ്റാക്ക് ചെയ്യുക, അതിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രലോഭനം. നമ്മൾ ചിലതിലൊക്കെ വീണുപോയാൽ നമ്മൾ അല്ലാതായിത്തീരും. When we fall into sin, then we destabilize ourselves. നമ്മൾ അല്ലാതായിത്തീരും. എന്റെ ജീവിതത്തിൽ ഒരു പാപം വരുമ്പോ, ഒരു വീഴ്ച വരുമ്പോ, that disqualifies my identity to be a priest. അല്ലേ? നമുക്ക് പിന്നെ അങ്ങനെ ചോദിക്കുന്നു, ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാം? നമ്മുടെ അച്ഛന്മാരിപ്പോ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും, അല്ലേ? അച്ഛന്മാരും ബിഷപ്പന്മാരും എല്ലാം ആളുകൾക്ക് ചേരാത്ത പ്രവൃത്തി, ദൈവം നൽകിയിരിക്കുന്ന സ്ഥാനത്തിന് ചേരാത്ത കർമ്മങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നേരിട്ട പ്രലോഭനം എന്ന് പറയുന്നത് യേശുവിന്റെ ആളത്വത്തിനെതിരാ. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ഈ ദൈവത്തിന്റെ പുത്രനാണോ എങ്കിൽ ഇത് ചെയ്യും. ദൈവത്തിന്റെ മക്കളാണെന്ന്, ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കാൻ വേണ്ടി പിശാച് പറയുന്നത് ചെയ്യുന്നവരാണിന്ന് പലരും. അതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ മക്കളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിശാചിന്റെ പദ്ധതി നടപ്പാക്കുക, പിശാചിന്റെ താല്പര്യങ്ങൾ ചെയ്യുക. ഇന്ന് സഭ, ദൈവജനം, ലോകത്തിലുള്ള സകല പിശാചികളെയും നമ്മൾ ന്യായീകരിക്കും. ലോകത്തിലുള്ള സകല പൈശാചിക പ്രവർത്തികളെയും നമ്മൾ ന്യായീകരിക്കും. എന്നിട്ട് പറയാം ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്ത്യാനികളാണ്. Temptation is an attack on our identity. നമ്മുടെ ആളത്വത്തിനെതിരെ, അസ്തിത്വത്തിനെതിരാണ് നമ്മൾ നേരിടുന്ന. When we succumb to certain temptations, ചില പ്രലോഭനങ്ങളിൽ നമ്മൾ വീണുപോയാൽ പിന്നെ നമ്മളല്ലാതായിത്തീരും. ദാവീദ് രാജാവായിട്ടിരുന്നു കൊണ്ട് ഭടന്റെ ഭാര്യയെ അവിഹിതമായി ഭാര്യയാക്കുന്നു. അതിനുവേണ്ടി തന്റെ ഭടനെ, ഊരിയാവിനെ കൊല്ലുന്നു. ദാവീദ് രാജാവല്ലാതായത്. നമ്മൾ മറന്നുപോകരുത്. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ നീ ഇത് ചെയ്യും.
നീ ഇത് ചെയ്ത് തെളിയിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വർഗം പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിശാച് അത് തന്നെ പറയുകയാണ്. അവിടെ പറഞ്ഞില്ല, അങ്ങനെ ആണെങ്കിൽ നീ ഇത് ചെയ്യും, നീ ഇത് ചെയ്തിട്ട് നീ ദൈവത്തിന്റെ പുത്രൻ, ഞാൻ പറയുന്നത് ചെയ്തിട്ട് നീ ദൈവത്തിന്. ഡോണ്ട് ഫോൾ ഇൻ ടു ദാറ്റ് ടെംപ്ടേഷൻ. ദൈവത്തിന്റെ മക്കളാണെന്ന് തെളിയിക്കാൻ പൈശാചിക പദ്ധതികളിൽ പെടരുത്. പിശാചിനെ അനുസരിച്ചിട്ട് ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ തെളിയിക്കരുത്. സഭ ഈ നാളുകളിൽ ഓർക്കേണ്ടത് അതാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആളത്വങ്ങൾ, അസ്തിത്വങ്ങളെ നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ നമ്മളുടെ ദൈവികമായ, ദൈവദത്തമായ, ദൈവം നമുക്ക് നൽകിയ നിലനിൽപ്പിന്, ആളത്വത്തിന്, എക്സിസ്റ്റൻസിന് എതിരാണ്. ഇറ്റ് ഈസ് an attack on our existence. Don't fall into that temptation. നമ്മൾ പ്രലോഭനത്തിൽ വീണുപോയാൽ, the intention of the Satan is to challenge our identity in temptations. അത് മാത്രമല്ല, it's not only challenging the identity, it is also distorting the relationship. നോക്കൂ, നമ്മൾ ദൈവത്തിന്റെ ഇരിക്കുമ്പോൾ നമ്മള് പൈശാചികമായ കർമ്മങ്ങൾ, പൈശാചികമായതിനെ അനുസരിച്ചാൽ, then ultimately നമ്മളുടെ ആ ഒരു ആളത്വം ഇല്ലാതാകും, നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാകും. നമ്മുടെ വ്യക്തിത്വം ഇല്ലാതായാൽ നമ്മളുടെ ബന്ധങ്ങൾ ഇല്ലാതാകും. ആണോ? If I fail as a father, then the casualty is my relationships as a father. If I fail as a husband, the casualty is my relationship as a husband. If I fail as a priest, the casualty is my relationships as a priest. നമ്മളുടെ വ്യക്തിത്വങ്ങൾ, ആളത്വങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ, പ്രലോഭനങ്ങളിൽ നമ്മൾ വീണാൽ, അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന വില നമ്മുടെ ബന്ധങ്ങളാണ്. സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ യേശു ഈ പ്രലോഭനങ്ങളിൽ വീണിരുന്നെങ്കിൽ അവൻ പിന്നെ ദൈവത്തിന്റെ പുത്രനാവില്ലായിരുന്നു. അവൻ പിന്നെ പിശാചിന്റെ ദാസനാകും. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ ദാസരും ആകാൻ പറ്റില്ല. യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് അത് പിന്നീട് പറയുന്നുണ്ട്. ഒരാൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. സത്യത്തില് പാപം അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ഒരു അനാർക്കിയാണ്. ഇന്നിപ്പോ നമ്മൾ പറയത്തില്ലേ, നമ്മളിലെല്ലാം ഒരു അനാർക്കിസ്റ്റ് ഉണ്ട്. ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, റിലേഷൻഷിപ്സിനെ, ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ചില അനാർക്കിസ്റ്റുകൾ അല്ലെ? ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് അനാർക്കികളുണ്ട്. അനാർക്കികൾ എന്താണ്? ക്രമരാഹിത്യം. അതല്ലെങ്കിൽ ക്രമരാഹിത്യങ്ങളെ ഒക്കെ നമ്മൾ നോർമലൈസ് ചെയ്യും. അതിൽ എത്രത്തോളം ക്രമരാഹിത്യമുണ്ട്, ഏത് ക്രമമാണ്, ഏത് അക്രമമാണ്, അതൊക്കെ ഒരു ചോദ്യമാണ്. See, the intention of the Satan is to bring anarchy
ഏദൻ തോട്ടത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. എന്താണ്? എല്ലാം വളരെ കുഴപ്പമൊന്നും ഇല്ലാതെ ദൈവവും മനുഷ്യരും പ്രകൃതിയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്നിടത്ത് ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്നൊരു ആകെപ്പാടെ ഡിസ്റ്റോർഷൻ, തുടർച്ചയായ അരാജകത്വം എന്ന് പറയും. കോൺസ്റ്റന്റ് റെപ്പറ്റീഷൻ ഓഫ് ദ പെറിൽസ് ഓഫ് ഏദൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഏദന്റെ അപകടങ്ങൾ, തകർച്ചകൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്തായിരുന്നു ഏദന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? പരസ്പര സ്നേഹമായിരുന്നു. റെസിപ്രോസിറ്റി എന്ന് പറയും, പാരസ്പര്യത. റെസിപ്രോസിറ്റി ഈസ് ദ ബ്യൂട്ടി. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിനിറ്റിയാണ്, ഒരു ശാന്തത. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? when sin enters, when we succumb ourselves to the satanic projects, then life ends up in anarchy. ജീവിതം ക്രമരഹിതമായി തീരും. ഡിസ്കോർഡ്. ഈ ക്രമം വേണോ വേണ്ടയോ? ക്രമം വേണോ വേണ്ടയോ? തോന്നിയതുപോലെ പറ്റത്തില്ലല്ലോ. പറ്റുമോ? 9 മണിക്ക് ആരാധന വെച്ചിട്ട് ഞാൻ 9:15 വന്നാൽ ശരിയാവൂ? ഞാൻ ആരാധനയ്ക്ക് ഒരു കള്ളിക്കൈലിയും ഒരു കൈയില്ലാത്ത ഷർട്ടും ഒക്കെ ഇട്ട് തലയിൽ ഒരു തോർത്തും കെട്ടി വന്നാൽ ശരിയാവും? ശരിയാവില്ല. നമുക്കറിയാം അത് ശരിയല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളിൽ കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളത് ക്രമത്തിന്റെ ഭാഗമാണ്. രാവിലെ എഴുന്നേക്കണം, കാര്യങ്ങളൊക്കെ ചെയ്ത്. സി, where there is order, there is life, there is peace. ഈ പിശാച് ആ ഒരു ക്രമത്തെ, ആ ഒരു സൗന്ദര്യത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. Lent is a time for us to bring orders. ചില ക്രമങ്ങൾ ഉണ്ടാവണം. കുറഞ്ഞ പക്ഷം ഒരു മിനിമം ഓർഡർ എങ്കിലും നമുക്ക് വേണം. ടൂ മച്ച് ഓഫ് ഓർഡർ ഈസ് നോട്ട് ഓർഡർ. ഇതിനെങ്ങനെ പറയും? എക്സ്ട്രീമിറ്റി ഓഫ് ഓർഡർ ഈസ് നോട്ട് ഓർഡർ, അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് നിയന്ത്രണം വരുത്താൻ ശ്രമിച്ചാൽ അത് വലിയ കുഴപ്പത്തിൽ അവസാനിക്കും. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. കൊച്ചായിരിക്കുമ്പോൾ തന്നെ അവനെ പഠിക്കാൻ അവന് ഇച്ചിരി മോശമാണ്. അവന് കളിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അവന് കളിയാണ് ഇൻട്രസ്റ്റ്. അവനെ ബെൽറ്റിന് അടിക്കും, അങ്ങനെ അടിക്കും, ഇങ്ങനെ അടിക്കും. അവന്റെ ജീവിതം ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പൻ അവനെ ഓർഡർ. നമ്മളിങ്ങനെ സഭയിലും സമൂഹത്തിലും ജീവിതത്തിലും ഒക്കെ ഒരുപാട് ക്രമങ്ങൾ വരണം. പക്ഷെ മിനിമം ക്രമങ്ങൾ വേണം. അതിൻ്റെ അർത്ഥം ഡിസോർഡർ അല്ല പറഞ്ഞത്, മിനിമം ഓഫ് ഓർഡേഴ്സ്. നിയന്ത്രണങ്ങളല്ല, കൺട്രോൾ അല്ല. റിലേഷൻഷിപ്പ് ഈസ് നോട്ട് കൺട്രോളിങ്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണമല്ല. ചില കെട്ടിയവന്മാരുടെ ഒക്കെ കാലയിൽ കെട്ടിയവളുമാർക്ക് കയറിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പോകണം, അവിടെ വരെ പോകുമ്പോൾ ഇങ്ങനെ വിട്ടു. തിരിച്ചു നിയന്ത്രണം പറ്റത്തില്ല. ഭർത്താവിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. ഭർത്താവിനെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൻ അമ്മയും കൂടെ പിള്ളേരെ നിയന്ത്രിക്കും, അല്ലെ? ടൂ മച്ച് ഓഫ് ഓർഡർ അതൊരു സഫോക്കേഷൻ, ശ്വാസം മുട്ടല. മിനിമം ഇസ് എസെൻഷ്യൽ. അതിന്റെ അർത്ഥം വി ഷുഡ് മെയിൻറ്റെയിൻ ഓർഡർ. റിലേഷൻഷിപ്പ് ഈസ് ഇൻ ഓർഡർ, but too much of order will distort again. ഇവിടെ ദൈവത്തിന്റെ മകൻ എന്ന ഒരു ഓർഡർ ഇസ് എ മിനിമം ഓഫ് ഓർഡർ. പിശാച് അതിനെ തന്റെ അടിമയാക്കാനായിട്ട് ശ്രമിക്കുക. അനദർ ഓർഡർ,
so that I can have control over you. അല്ലേ? നിയന്ത്രണങ്ങൾ അധികമായാൽ അപകടമാണ്. എന്നാൽ ക്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. 2 ചിന്തയാണ് ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ പ്രലോഭനം പഠിക്കുമ്പോൾ, ഒന്ന്, നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങളെല്ലാം നമ്മുടെ ആളത്വത്തിനെതിരാണ്. നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കും. നമ്മുടെ എക്സിസ്റ്റൻസിനെ ചലഞ്ച് ചെയ്യും. ഹൂ വി ആർ അതിന് റെഡ്യൂസ് ചെയ്യും. ആളുകൾ നമ്മളെ കുറ്റം പറയും, നമ്മുടെ സ്വഭാവത്തെ കുറ്റം പറയും. അയ്യോ, ശരിയല്ല. So don't fall into the temptation that destabilize our identities. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളെ, പദവികളെ, അവസരങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴരുത്. രണ്ടാമത്, ബന്ധങ്ങളെ തകർക്കുന്നതാണ് പ്രലോഭനം. ആവശ്യമുള്ള ബന്ധങ്ങളൊക്കെ അതിന്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ഇടയ്ക്ക് കയറിക്കിടന്ന് ബന്ധം തകർക്കരുത്. മിനിമം ഓഫ് ഓർഡർ, ക്രമം. അതിനെ പാപം, പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകുമ്പോൾ ആത്യന്തികമായി അത് ബന്ധങ്ങളുടെ തകർച്ചയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, സഹജീവികളുമായിട്ടുള്ള ബന്ധം, സമശിഷ്ടങ്ങളുമായിട്ടുള്ള ബന്ധം, അതിനെ തകർക്കുന്ന ഒരു പ്രലോഭനത്തിലും നമ്മൾ വീഴരുത്. നോക്കൂ, കഞ്ചാവ്, മയക്കുമരുന്ന് ശരീരത്തെയും മസ്തിഷ്കത്തെയും മാത്രമല്ല അടിമയാക്കുന്നത്, അത് മക്കളല്ലാതാക്കി തീർക്കും. മക്കളെ കൊലക്കത്തിയെടുക്കാൻ പ്രേരിപ്പിക്കും. അത് ബന്ധങ്ങളുടെ ആത്യന്തികമായ അന്ത്യമാണ്. എന്തും അമിതമായ ബന്ധങ്ങളെ തകർക്കുന്നതായ അത് പാപമാണ്. അത് നിങ്ങളുടെ പ്രൊഫഷൻ ആവാം, സൗന്ദര്യമാകാം, കുടുംബമഹിമയെ കുറിച്ചുള്ള ധാരണകളാകാം. എനിത്തിങ് ദാറ്റ് ഡിസ്റ്റോർട്ട്സ് റിലേഷൻഷിപ്സ് ഈസ് എ ടെംപ്റ്റേഷൻ. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ നോമ്പിന്റെ കാലങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സ്വഭാവത്തെ തകർക്കുന്ന, ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ടുമുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, കഴിഞ്ഞ ഒരു രാത്രികാലം ഞങ്ങളെ അതിശയകരമായ ദൈവകരങ്ങളിൽ സൂക്ഷിച്ചതോർത്ത് സ്തോത്രം. പുതിയൊരു പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസത്തിന്റെ നന്മകൾ അനുഭവിപ്പാൻ, അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് നീ ശക്തിപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന നാഥ, നീ അവിടുന്ന് കർത്താവെ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ദൈവികമായ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ബന്ധങ്ങൾ കർത്താവെ മുറിഞ്ഞു പോകാതെ ഇരുപ്പാൻ, ഞങ്ങളുടെ ബന്ധങ്ങൾ നിന്നിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം, പരസ്പരം കരുതുന്നവരായിരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന, ഞങ്ങളെ പേടിപ്പെടുത്തുന്ന, ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കർത്താവെ, അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഭാരമുണ്ട് നാഥ. എങ്കിലും കർത്താവെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും, ഞങ്ങളുടെ എല്ലാ ചിന്തകളും ആകുലതകളും കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവെ ഭരമേൽപ്പിക്കുന്നു. നീ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ വഴിതെറ്റിപ്പോകാതെ ഇരുപ്പാൻ തക്കവണ്ണം കർത്താവെ, പ്രലോഭനങ്ങളിൽ വീണു പോകാതെ ഇരുപ്പാൻ നീ അവിടുന്ന് അവരെ കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ കൃപയിലും കർത്താവെ, ദൈവികമായ കാവലിലും അവരെ വഴി നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവിടെ ഉണ്ട് എന്നുള്ള കർത്താവെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധങ്ങൾ ശക്തിപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിലായിരിക്കുന്നവരെ, ഭാരത്തിലായിരിക്കുന്നവരെ, പ്രയാസങ്ങൾ നേരിട്ടിരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും ആരും സൗഖ്യമാകാതെ പോയിട്ടില്ലപ്പാ. എല്ലാവരെയും നീ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിച്ചു കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ശക്തി അവിടുന്ന് പുറപ്പെട്ട് കർത്താവെ ആവശ്യമുള്ള നിന്റെ മക്കൾക്കെല്ലാം സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ കാലാവസ്ഥയുടെ പ്രതികൂലത്താൽ ഭാരപ്പെടുന്ന നിന്റെ മക്കളെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പനിയുടെ പ്രയാസങ്ങൾ, വിവിധ തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ദൈവമേ, എല്ലാവർക്കും വേണ്ടതായ കൃപയും ബലവും ആശ്വാസവും ദൈവികമായ സമാധാനവും അവിടുന്ന് കൊടുക്കണമേ. ആരോഗ്യം കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇനിയും തമ്മിൽ കാണുന്നത് വരെയും തിരുച്ചിറകിന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് കേട്ടിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ യാചനകൾ തിരുസന്നിധിയിൽ സ്വീകരിച്ചിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന് അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യശക്തി നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളും വിട്ടുപോയ വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇന്ന് നല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ നീനയോട്. I just want to appreciate Nina particularly for singing Malayalam songs. മലയാളം കംഫർട്ടബിൾ അല്ലായിരുന്നു, വായിക്കാനും പറയാനും ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നിട്ടും and she has taken that boldness, that risk to sing two Malayalam songs. Thank you, Nina. അതുപോലെ സങ്കീർത്തനം വായിച്ച പ്രതിഭ ആന്റിയോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ചാച്ചമ്മ ആന്റിയോടുള്ള പ്രത്യേക നന്ദി. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു. Thank you, Acha.